സംസ്ഥാനത്തെ പ്രധാന അണക്കെട്ടായ ഇടുക്കിയിലെ മുല്ലപ്പെരിയാറിൽ നിലവിലെ ജലനിരപ്പ് 2344.80 അടിയാണ്. മെയ് 24-ന് കാലവർഷം എത്തിയപ്പോൾ 2329.88 അടിയായിരുന്നു ജലനിരപ്പ്. ആകെ സംഭരണ ശേഷിയുടെ 30% മാത്രം. മുൻവർഷത്തേക്കാൾ അണക്കെട്ടിൽ 3.5 അടി വെള്ളം കുറവായിരുന്നു. എന്നാൽ വേനൽ മഴയ്ക്ക് പിന്നാലെ കാലവർഷവും എത്തിയതോടെ ജലനിരപ്പ് വർദ്ധിച്ചു. ഒരാഴ്ചയോളം പെയ്ത കനത്ത മഴയിൽ 15 അടിയോളം വെള്ളമാണ് ഇടുക്കിയിൽ ഉയർന്നത്. നിലവിലെ സംഭരണ ശേഷിയുടെ 42% വെള്ളം ഇടുക്കിയിലുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയത്തേക്കാൾ 11 അടിയിലധികം കൂടുതൽ. കാലവർഷത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ ജലസമൃദ്ധമായ കല്ലാർകുട്ടി, പൊന്മുടി, ലോവർ പെരിയാർ, മലങ്കര അണക്കെട്ടുകളിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ട സാഹചര്യവുമുണ്ടായി. ഇടുക്കിയിലെ ഡൈവേർഷൻ ഡാമുകളായ ഇരട്ടയാറിലും കല്ലാറിലും വരെ ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിയിലേക്ക് ഉയർന്നിരുന്നു. മെയ് മാസത്തിൽ മൂലമറ്റം പവർ ഹൌസിലെ പ്രതിദിന ഉത്പാദനം 10.32 ദശലക്ഷം യൂണിറ്റായി കൂട്ടിയിരുന്നു. ചെറുകിട അണക്കെട്ടുകളിലെ ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിയോട് അടുത്തു നിൽക്കുന്നതിനാൽ അവിടങ്ങളിലെ വൈദ്യുതി ഉത്പാദനം വർദ്ധിപ്പിച്ച് മൂലമറ്റത്തെ ഉത്പാദനം നിലവിൽ 7 ദശലക്ഷം യൂണിറ്റായി കുറച്ചിട്ടുണ്ട്. കാലവർഷത്തിന്റെ ആദ്യ ദിനങ്ങളിൽ ജില്ലയിൽ 505 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. സാധാരണ പെയ്യാറുള്ളത് 37 മില്ലിമീറ്റർ മാത്രം. അതായത് സാധാരണയേക്കാൾ 1351% കൂടുതൽ മഴ ഈ ദിവസങ്ങളിൽ ലഭിച്ചു. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പും ഒരാഴ്ച കൊണ്ട് 19 അടിയോളം ഉയർന്ന് 130 അടിക്ക് മുകളിൽ എത്തി. മുല്ലപ്പെരിയാറിൽ നിന്നും കാർഷിക ആവശ്യത്തിനായി തമിഴ്നാട് വെള്ളം കൊണ്ടുപോകാനും ആരംഭിച്ചിട്ടുണ്ട്. സീ മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.